കർഷക കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങമൊന്ന് കർഷക ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി ജൈവ കർഷക അവാർഡ് ജേതാവായ രാജൻ ബാബുവിനെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. കർഷക കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങമൊന്ന് കർഷക ദിനം ആചരിച്ചു. ജൈവ കർഷക ജേതാവായ രാജൻ ബാബുവിനെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. അനുമോദന സമ്മേളനവും പൊന്നാട അണിയിച്ചിന് ആദരിക്കുന്ന ചടങ്ങും കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു. ഈ പ്രായത്തിൽ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 76 വയസ്സിലും ഒരു കർഷകൻ എന്നുള്ള നിലയിൽ തൻ്റെ ജീവിതത്തിൽ ആ വരുമാനം കൊണ്ട് തൻ്റെ എല്ലാ ചെലവുകളും വഹിച്ച് അത് മിച്ചമുണ്ടാക്കി സനന്ദുവിനെ പോലുള്ള ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റായ സനന്ദുവിനെ പോലുള്ളവരെ സംരക്ഷിക്കുന്ന ജോലി ഈ 78ാമത്തെ വയസ്സിലും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ജൈവ കർഷകനായ ശ്രീ രാജൻ ബാബുവിൻ്റെ ഏറ്റവും നന്മയുള്ള പ്രവൃത്തി. ഇത് സമൂഹത്തിൽ പൊതുവായ ഒരു 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 പിന്നെ മാർഗരേഖയാക്കേണ്ടതാണ്. കാരണം ഇന്ന് കേരളത്തിൽ നമുക്കറിയാം, കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പന്നിശല്യം എൻ്റെ പഞ്ചായത്തിലോട്ട് കയറാൻ പോകുന്നു. വള്ളികുന്നത്ത് KP ശിവകുമാറിൻ്റെ പഞ്ചായത്തിൽ ഇന്നലെ എൻ്റെ മകളെ അയച്ച വീട്ടിൽ താമരക്കുളം പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ 300 മൂട് വെട്ടിയമ്പ് പന്നി കുത്തിമലത്തി. കൃഷിമന്ത്രിയുടെ പഞ്ചായത്തിലാണ് ആദ്യം തുടങ്ങിയത്. പന്നി ശല്യം കൊണ്ട് കൃഷി അടുത്ത ഒരു 2 വർഷത്തിനകം പെറ്റുപെരുകി ഇവിടെ വരെ എത്തും, ഉറപ്പാണത്. നാളെ വൈകിട്ട് കാഞ്ഞിരത്തമ്മൂട്ടിൽ KP ശിവകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന വിപുലമായ ഒരു കർഷക കോൺഗ്രസിൻ്റെ യോഗം അവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത്, കർഷകരെ ദ്രോഹിക്കുന്ന 2 ഗവൺമെൻറ്റുകളാണ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ മുട്ടുമടക്കാനുള്ള സമരം നടത്തിയ കർഷകരുടെ ആ സമരത്തിന് മുന്നിൽ മാത്രമേ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി മുട്ടുമടക്കിയത് കർഷകരുടെ മുന്നിലാണ്. ആ കർഷകരെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് കർഷക ബില്ല്, കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലെ കർഷകരുടെ കാർഷിക വിപണി കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭണം രാജ്യത്ത് നടന്നതിന്റെ പരിണിതഫലം. കർഷക കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് വയലിൽ സന്തോഷ് അധ്യക്ഷനായി. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി P രാജേന്ദ്രകുറുപ്പ് കർഷക സന്ദേശം നൽകി. സാനന്ദ് രാജൻ ബാബു, സന്തോഷ് വെളുത്തെടുത്ത്, R ഭദ്രൻ, BM അമ്പിളിമോൻ, ഷുക്കൂർ വഴിശ്ശേരി, PN രമേശൻ, അമ്പിയിൽ രാജൻപിള്ള, BS വേലായുധൻ പിള്ള, PA കുഞ്ഞുമോൻ, ലത്തീഫ് കരൂർ, സുരേഷ് കേളച്ചന്തറ, R ബാബു, K പ്രഭാകരൻ, ലൈല, B അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു. അവാർഡ് ജേതാവ് രാജൻ ബാബു നന്ദി പറഞ്ഞു. പ്രോത്സാഹപ്രവർത്തകർ ഏതാണ്ട് 15 വർഷത്തിന് മുൻപ് ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഈ ജൈവ കൃഷി തുടങ്ങിയത്. കാരണം അങ്ങനത്തെ നിവർത്തിക്കുറവുകൊണ്ട് മൂത്രം എടുത്താണ് ആദ്യം ഞാൻ, കാരണം അത് കാശ് കൊടുക്കണ്ടായിരുന്നു. അതിനുശേഷം ചാണകം വിലയ്ക്കെടുത്ത് ഇപ്പോൾ കായംകുളത്ത് കിടന്ന എച്ചിരി മുഴുവൻ എൻ്റെ ഗോഡൗണിൽ വരികയാണ്. ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് അതാണ്. കാരണം ആർക്കും ഇത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ഞാൻ ഒറ്റയ്ക്കാണ് അത് കൊണ്ടുവരുന്നത്. കാരണം അതിൻ്റെ മൂല്യം, അതായത് ഒരു അനാറിൻ്റെ, അതായത് ഒരു മാതള നാരകത്തിൻ്റെ നാരങ്ങയ്ക്ക് വരുന്ന മൂല്യം എന്താണെന്ന് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്? അത് കഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മഞ്ഞൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ ഓരോ വർഷവും കുറഞ്ഞത് ഒരു 4 കിൻഡൽ 4.5 കിൻഡൽ മഞ്ഞൾ പൊടിയിക്കും. കാരണം എന്താ, ആ മഞ്ഞൾപ്പൊടി അതായത് തേനിനകത്ത് ചാലിച്ച് നാക്കെ തേച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല, 100 ഗ്യാരണ്ടി പറയാം. അതിന് യാതൊരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ. അതൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ ചെയ്യാൻ, പറയാൻ, പറയിപ്പിക്കാൻ ഉള്ള സഹകരണവും എല്ലാം രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഉള്ള പിന്തുണ മുഴുവൻ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടും സർക്കാരിനൊന്നും അറിയാനായിട്ട് കാര്യമില്ല. എന്നെ പൊക്കി കാണിക്കും, ഇപ്പോൾ കണ്ട് പൊക്കി ഇങ്ങനെ നിർത്തും. അത് മാത്രം ആണ് കിട്ടുന്നത്. CD നെറ്റ് ന്യൂസ് കായംകുളം.